ആഫ്റ്റർ 5 ഇയേഴ്സ് MBBS അബ്രോഡിൻ്റെ ചാൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ MBBSൻ്റെ തന്നെ ഭാവി എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാൻ MBBS പഠിക്കാൻ പോണ സമയത്ത് MBBSന് ഇനി കുറച്ച് കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവില്ല, MBBSകാർക്ക് ഇനി ജോലി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ സമയമാണ്. ഞാൻ പഠിക്കാൻ പോണ സമയം മുതലേ കേൾക്കുന്ന കാര്യമാണ് ഈ പോയിന്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം 10-11 പഠിച്ചിറങ്ങിയിട്ടല്ല, ടോട്ടൽ ഒരു 10-11 കൊല്ലം 12 കൊല്ലമായി ഞാൻ പഠിക്കാൻ പോയിട്ട്. ഇപ്പോൾ ഏകദേശം അത് 10-12 കൊല്ലം കഴിഞ്ഞല്ലോ. ഇതിപ്പോഴും MBBSകാർക്ക് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചേഞ്ച് എനിക്ക് തോന്നിയത് കുട്ടികൾക്ക് ഇത്ര കൂടുതൽ സമയം പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 ഇയർ കോഴ്സൊന്നും പഠിക്കാൻ താല്പര്യം, ഒരു 6 മാസത്തെ ഒരു കോഴ്സ് പഠിച്ചിട്ട് എങ്ങനെയും ജോബ് വാങ്ങാം എന്നൊക്കെയുള്ള ഷോർട്ട് ടേം മൈൻഡുള്ള ആൾക്കാരാണ് പല ആൾക്കാരുള്ളത്. ഇപ്പോൾ ഷോർട്ട് ടൈം 6 മാസത്തെ കോഴ്സ് പഠിക്കും, എന്നിട്ട് എന്തെങ്കിലും സ്കിൽ ഓറിയൻറ്റഡ് ജോബിന് കയറും. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനത്തെ ജോബുകളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കണ്ടൊരു ന്യൂസും ഒരാഴ്ച മുമ്പ് കണ്ട ന്യൂസും, AI വന്നുകൊണ്ട് കൊച്ചിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് എത്രയോ ആൾക്കാർ 3000+ ആൾക്കാരെങ്ങാനും പിരിച്ചുവിട്ടു സ്പോട്ടിൽ. അപ്പം MBBSൻ്റെ ഒരു ഭാവി എന്താണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു ഭാവി എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ആൻസർ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും AIനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി ഒരാളെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയൂല. നമുക്ക് വാട്ടവർ റേഡിയോളജിയിൽ ചിലപ്പോൾ AI എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളെടുത്ത് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വെറും രോഗം ഡയഗ്നോസ് ചെയ്ത് മരുന്ന് എഴുതി കൊടുക്കേണ്ട ആൾ മാത്രമല്ല. സമൂഹം ആ പേഷ്യൻ്റായിട്ട് സംസാരിച്ച് അവരുടെ മൈൻഡിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് ഒരു ഡോക്ടർ എടുത്തുന്നത്. ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ ആ പേഷ്യൻറ്റിന് കിട്ടുന്ന ഒരു മെൻ്റൽ പീസ് ഉണ്ട്. ആ ഒരു സാധനം ഒന്നും എന്തായാലും AIക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MBBSൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി MBBSന് ഫ്യൂച്ചർ ഉണ്ട്. അത് ഈ ലോകത്ത് മനുഷ്യന്മാർ എത്രത്തോളം കാലം ഉണ്ടാവോ അത്രത്തോളം കാലം MBBSും ഡോക്ടേഴ്സും ഉണ്ടാവും. പക്ഷേ MBBS അബ്രോഡിൻ്റെ ഫ്യൂച്ചറാണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. MBBS അബ്രോഡിൻ്റെ ഫ്യൂച്ചറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മിനിമം ഒരു 10 to 15 years എങ്കിലും MBBS അബ്രോഡ് ഇതേപോലെ തന്നെ പോകും. എന്ന് വരെയെന്നറിയോ, ഇന്ത്യയിൽ എന്നാണ് MBBSന് സീറ്റുകൾ കൂടുന്നത് അതുവരേക്കും MBBS അബ്രോഡിന് ചാൻസുകളുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ MBBSന് എന്നാണ് വാല്യൂ കൂടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള പ്ലാനുള്ള ഒരാൾ, UK പോയിട്ട് സെറ്റിൽ ആവണമെന്ന് പ്ലാനുള്ള ഒരാൾ, USA പോയിട്ട് സെറ്റിൽ ആവണം എന്നുള്ള പ്ലാനുള്ള ഒരാളൊന്നും ഇന്ത്യയിലെ MBBS മാത്രം എടുത്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിലെ MBBSന് പല പരിമിതികളും പല വിദേശ രാജ്യങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ UAE കാര്യം നോക്കുക. UAE 2025 PQR ഉണ്ട്, അതായത് പ്രൈമറി ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്. നിങ്ങളിപ്പോൾ UAE വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൈമറി ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ് UAE പറയുന്നുണ്ട്. 2025 UAE PQR എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 5.5 years ടോട്ടൽ ഡ്യൂറേഷൻ വരുന്ന ഡിഗ്രി അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ പഠിച്ചു, കേരളത്തിൽ പഠിച്ചു MBBS, UAE നിന്നാണ് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഡിഗ്രി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ പുതിയ റൂളാണ്. അപ്പോൾ ഇതുപോലെ PQRകൾ പല കൺട്രീസിനുണ്ട്. ചില ആൾക്കാർക്ക് 6 years വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ്റെ MBBSന് വാല്യൂ ഇല്ലാത്ത പല കൺട്രീസുണ്ട്. പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര സംഭവമാണെന്ന്, പക്ഷേ ഇതാണ് റിയാലിറ്റി. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മൈൻഡ് സെറ്റ് കൂടിയ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇവിടെ NRI സീറ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് MBBS പഠിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ പഠിക്കുന്നതാണല്ലോ കുറച്ചുകൂടി ബെറ്റർ. കാരണം അവർക്ക് UK ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യമുള്ളതുകൊണ്ട് MBBS അബ്രോഡിൻ്റെ ഫ്യൂച്ചറിനും ഒരു 5 വർഷത്തേക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.